ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ്, അല്ലെ? എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലായ്മ, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലായ്മ, മനസന്തോഷമില്ലായ്മ, എപ്പോഴും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ വരിക, പണത്തിന് ബുദ്ധിമുട്ട് വരിക, രോഗങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലേ? നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും അത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ നമുക്ക് നേരിടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്, ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീടിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അതിൽ ജീവിക്കുന്ന നമ്മുടെയും ജീവിതം മാറ്റിമറിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ വാസ്തുപരമായിട്ടുള്ളതായാലും അല്ലാതെയും ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതിൽ താമസിക്കുന്നവരിലേക്കും പ്രകടമാകുന്നതാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടില് അതിന് ഒരു ഐശ്വര്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വീട്ടിൽ നിന്ന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുകയുള്ളൂ. നമ്മുടെ വീട്ടിന് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്കും അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിന്റെ പ്രധാന വാതിലിൽ നമ്മൾ ഒരു സാധനം കെട്ടുന്നത് വഴി ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിനും അതിൽ താമസിക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് കെട്ടേണ്ടത്, എങ്ങനെയാണ് കെട്ടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതിരിക്കുമ്പോഴാണ്. അപ്പോഴാണല്ലോ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, പണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്, കടങ്ങൾ കയറുന്നത്. അപ്പോൾ ഇതിനൊക്കെയും പരിഹാരം എന്നോണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് തുളസിയുടെ വേര്, ഉണങ്ങിയ തുളസിയുടെ വേര്. ഇതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ നന്നായിട്ട് തഴച്ചു വളരുന്ന ഒരു തുളസി പിഴുതെടുത്ത് അതിൽ നിന്ന് വേരെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉണങ്ങിയ തുളസിയുടെ വേര് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുള്ള തുളസി ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പിഴുതെറിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി ദേവിയൊക്കെ നമ്മുടെ വീട്ടിൽ വരാതിരിക്കുന്ന സമയത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ തുളസി ചെടിയൊക്കെ ഉണങ്ങി പോവുക എന്ന് പറയുന്നത്. ഈ ഒരു ഉണങ്ങിയ തുളസി പൊരിക്കുന്ന സമയത്ത് അതിന്റെ വേര് നമുക്ക് പിഴുതെടുക്കാവുന്നതാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇങ്ങനെ വീടിന്റെ പ്രധാന കവാടത്തിന് മുകളിലായിട്ട് തുളസിയുടെ വേര് കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നത്. ഈ ഒരു വേര് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരും. എന്നാൽ വെറും തുളസിയുടെ വേര് മാത്രമല്ല നമ്മൾ കെട്ടേണ്ടത്, ഒരു പ്രത്യേക രീതിയിൽ വേണം ഇത് കെട്ടാനായിട്ട്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിനകത്തേക്ക് ലക്ഷ്മി ദേവി കടന്നു വരും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാസ്തുദോഷം മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി മാറിക്കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ഒക്കെയും തന്നെ ഈ ഒരു പരിഹാരത്തിലൂടെ അതിനൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു മാറ്റം തിരിച്ചറിയാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മുടെ വീട്ടിനുള്ളിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വീട്ടിനുള്ളിലെ നെഗറ്റീവ് എനർജിയാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിനുള്ളിലെ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നുള്ളതാണ്. വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള സുഖവും സന്തോഷവും അവിടെ ലഭിക്കില്ല. എപ്പോഴും പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ഇനി ചില വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വീടിനുള്ളിലുള്ള അംഗങ്ങൾ തമ്മിൽ തന്നെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ പോലും വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ എപ്പോഴും വാക്കേറ്റം ഉണ്ടാവുക, തർക്കങ്ങളിൽ ഏർപ്പെടുക, ദമ്പതിമാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുക. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നത് കൊണ്ടാണ്.
ചില ഘട്ടങ്ങളിൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല അല്ലെ വീട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രശ്നങ്ങളാണ്, ഒരു സ്വസ്ഥതയും ഇല്ല. പക്ഷെ കാരണങ്ങൾ തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാനില്ല. അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, തുളസിയുടെ ഉണങ്ങിയ വേരാണ് വേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് ഒരു ചെറിയ ചുവന്ന തുണിക്കഷ്ണമാണ്. വൃത്തിയുള്ള ഒരു ചുവന്ന തുണിക്കഷ്ണം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഉണങ്ങിയ തുളസിയുടെ വേര് വയ്ക്കാം. ഒപ്പം ഒരല്പം അരിയും കൂടെ എടുത്ത ശേഷം ഒരു കിഴി പോലെ കെട്ടുക. ഇനി ഈ കിഴി നമുക്ക് പ്രധാന വാതിലിന് മുകളിലായിട്ട് കെട്ടാവുന്നതാണ്. നിങ്ങൾക്ക് പുറത്താണെങ്കിൽ പുറത്തും കെട്ടാവുന്നതാണ്. ഇനി എല്ലാവർക്കും പുറത്ത് കെട്ടാൻ സാധിക്കില്ല. ഉള്ളിൽ കെട്ടുന്നവർക്ക് ഉള്ളിലും കെട്ടാം. ഇത് മറ്റുള്ളവർ കണ്ടതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ചില വീട്ടുകാർക്ക് മറ്റുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് എന്ന് തെറ്റിദ്ധരിക്കും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ പ്രധാന കവാടത്തിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതിന്റെ ഉള്ളിലായിട്ട് മറയ്ക്കുന്ന രീതിയിലും കെട്ടാവുന്നതാണ്. ഇനി ആൾക്കാർ കണ്ടതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിരുന്നാലും അങ്ങനെ മറയ്ക്കണം എന്നുണ്ടെങ്കിൽ മറച്ചും വയ്ക്കാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ ചൊവ്വാഴ്ച ചെയ്യാവുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 2 ദിവസങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമം. ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ദിവസം ഏതാണോ ആ ദിവസം ഇത് ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പുലവാലായ്മയുള്ള സമയത്തോ ആർത്തവ സമയത്തോ ഒന്നും ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ദൈവീക കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. തുളസിയുടെ വേരൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശുദ്ധിയോടുകൂടെ മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ചെയ്യാൻ സാധിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ വീട്ടിൽ നിലവിളക്കൊക്കെ തെളിയിച്ച് വെച്ച ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ രാവിലെ വളരെ നേരത്തെ തന്നെ തുളസി പോയി പറിക്കാൻ പാടില്ല, ഉണങ്ങിയതാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം തന്നെ സന്ധ്യയ്ക്ക് മുന്നേ ആയിട്ട് ആ ഒരു ഉണങ്ങിയ തുളസി പൊരിച്ചെടുത്ത് അതിൽ നിന്ന് വേരെടുത്ത് വയ്ക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച ശേഷവും ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. ഈ പരിഹാരം സ്വീകരിക്കുന്നതിലൂടെ കുടുംബാംഗങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിലനിൽക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരം തന്നെയാണ് ഇതല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പരിഹാരം ഒന്ന് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും അതിന്റെ ഫലം ലഭിക്കും. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഒരു കാര്യവും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. പിന്നെ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ അതിനൊരു ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ഓർക്കുക. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.